സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ടെഹ്റാനിൽ 217 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. പ്രമുഖ മാധ്യമമായ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ രാത്രി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ വെടിവെപ്പിലാണ് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അഗസ്റ്റ് സെബാസ്റ്റ്യൻ നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഗസ്റ്റ്, വലിയ സംഖ്യയാണ്. 217 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരീകരിച്ച് ടൈം നൽകുന്നത്? സംഗീത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇറാനിൽ നടക്കുന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഇത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ തന്നെ ഇന്നലെ രാത്രി ടെഹ്റാനിലടക്കം നഗരത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു എന്ന വാർത്ത, അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇത് സംബന്ധിച്ചിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായ ടൈമാണ് ഇത് സംബന്ധിച്ച വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡോക്ടർമാരെ ഉദ്ധരിച്ചാണ് അവർ കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 36 മണിക്കൂറായി ഇറാനിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഫോൺ ബന്ധം ഇല്ല. അതുകൊണ്ട് നേരത്തെ വന്നിരുന്ന അത്രയും വാർത്തകൾ ഇറാനിൽ നിന്ന് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അതിനിടയിലാണ് ആശുപത്രികളിൽ ഇത്രയധികം 6 ആശുപത്രികളിലായിട്ടാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഡോക്ടർമാരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ എന്ന നിലയ്ക്ക് ആദ്യം പ്രചരിച്ചിരുന്ന വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരണമായി കഴിഞ്ഞു. 200-ലധികം ആളുകൾ, 217 എന്ന കണക്കാണ് പറയുന്നത്. 217 പേരെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ 50ഓളം ആളുകൾ, അതായത് 18 വയസ്സിൽ താഴെയുള്ള 8 കുട്ടികളടക്കം 51 ആളുകൾ എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങളൊക്കെ തന്നെയും ഒരു ഏകീകൃത കണക്ക് ഇത് സംബന്ധിച്ച് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണിത്. ഇന്നലെ രാത്രി മാത്രം ഉണ്ടായിട്ടുള്ള വെടിവയ്പിൽ 217 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെടുന്നു. ഇറാനിലെ പ്രക്ഷോഭം നമുക്കറിയാം, കഴിഞ്ഞ 14 ദിവസങ്ങളായി നടക്കുന്നു. ഡിസംബർ 28-ന് ആരംഭിച്ചുള്ള പ്രക്ഷോഭം വലിയ നിലയിൽ വ്യാപിച്ച് 100-ലധികം നഗരങ്ങളിലേക്കും ഏതാണ്ട് 30ഓളം പ്രവിശ്യകളിലേക്കും ഒക്കെ തന്നെ പടർന്ന് വലിയ നിലയിലുള്ള പ്രക്ഷോഭമായി രൂപപ്പെട്ടിട്ട് 2 ആഴ്ചയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 200-ലധികം പ്രക്ഷോഭകരെ വെടിവെച്ചു കൊന്നെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ശരി, അഗസ്റ്റ്.